നമസ്കാരം. സിസിടിവി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ ഭരണപക്ഷ കൌൺസിലർ ബിജെപി കൌൺസിലറെ ജാതി അധിക്ഷേപം നടത്തിയതായി ആരോപണം. വിഷയത്തിൽ ബിജെപി കൌൺസിലർമാരുടെ പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ യോഗം പിരിച്ചുവിട്ടു. കുന്നംകുളം നഗരസഭാ കൌൺസിലിലെ നാടകീയ സംഭവ വികാസങ്ങൾ. സിപിഎം കൌൺസിലർ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് ബിജെപി വനിതാ കൌൺസിലർ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. അനാവശ്യ ചർച്ച കൊണ്ടുവന്ന് കൌൺസിൽ യോഗം പ്രതിപക്ഷമാണ് തടസ്സപ്പെടുത്തിയതെന്ന് ഭരണപക്ഷം. വാഗ മൂക്കോല ലിഫ്റ്റ് ഇറിഗേഷൻ. എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന വാഗപ്പുഴയ്ക്ക് കുറുകയായി നിർമ്മിച്ചിട്ടുള്ള മൂക്കോല ചിറയ്ക്ക ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വരുന്നു. പ്രാഥമിക പരിശോധന നടത്തി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന ഉപജില്ലാ കേരള സ്കൂൾ കായികമേളയുടെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. പോയിന്റ് നിലയിൽ പന്നിത്തടം കോൺകോർഡ് ഇംഗ്ലീഷ് സ്കൂൾ മുന്നിൽ, കരിക്കാട് അൽ അമീൻ സ്കൂൾ തൊട്ടുപുറകിൽ. വാർത്തകൾ വിശദമായി. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ ഭരണപക്ഷ കൌൺസിലർ ബിജെപി കൌൺസിലറെ ജാതി അധിക്ഷേപം നടത്തിയതായി ആരോപണം. വിഷയത്തിൽ ബിജെപി കൌൺസിലർമാരുടെ പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ യോഗം പിരിച്ചുവിട്ടു. ചൊവ്വാഴ്ച ചേർന്ന കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിലായിരുന്നു നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. 9 നമ്പർ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെയാണ് ഭരണപക്ഷ കൌൺസിലറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ PM സുരേഷ് പ്രതിപക്ഷ കൌൺസിലർ ഗീതാ ശശിക്കെതിരെ ജാതി അധിക്ഷേപം നടത്തിയതെന്ന് ബിജെപി കൌൺസിലർമാർ ആരോപിച്ചു. സംഭവത്തിൽ PM സുരേഷ് മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ ഡയസിന് മുൻപിൽ ബിജെപി കൌൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. നിരവധി തവണ ചെയർപേഴ്സൺ ബിജെപി കൌൺസിലർമാരെ അനുനയിപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പ്രതിഷേധം ശക്തമായതോടെ അജണ്ടകൾ പാസായതായി പ്രഖ്യാപിച്ച് യോഗം പിരിച്ചുവിട്ടു. ജാതി അധിക്ഷേപം നടത്തിയ സംഭവത്തിൽ പോലീസിൽ ഉൾപ്പെടെ പരാതി നൽകുമെന്ന് ബിജെപി കൌൺസിലർ ഗീതാ ശശി അറിയിച്ചു. അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ അടുത്ത അജണ്ട വായിക്കാൻ നിർദ്ദേശം നൽകിയ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കൌൺസിലർമാരും രംഗത്തെത്തി. കൌൺസിൽ ക്ലർക്കുമായി തട്ടിക്കയറിയ കോൺഗ്രസ് കൌൺസിലർമാർ ചെയർപേഴ്സന്റെ ഡയസിന് മുൻപിൽ നിന്ന് പ്രതിഷേധിച്ചു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, കൌൺസിലർമാരായ KK മുരളി, PM സുരേഷ്, ബിജു സി ബേബി, AS സുജീഷ്, സുനിൽകുമാർ, ബിനു പ്രസാദ്, ഗീതാ ശശി, ലബീബ് ഹസൻ, മിനി മോൻസി, ബീന രവി തുടങ്ങിയവർ ചർച്ചകളിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, കുന്നംകുളം. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഭരണപക്ഷ കൌൺസിലർ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് ബിജെപി വനിതാ കൌൺസിലർ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. ചൊവ്വാഴ്ച ചേർന്ന കൌൺസിൽ യോഗത്തിൽ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് തന്നെ ജാതീയമായി അധിക്ഷേപിച്ച് സംസാരിക്കുകയായിരുന്നുവെന്ന് കൌൺസിലർ ഗീതാ ശശി പറഞ്ഞു. സംഭവത്തിൽ യോഗം നിയന്ത്രിച്ചിരുന്ന ചെയർപേഴ്സൺ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് കൌൺസിൽ ബഹിഷ്കരിക്കുകയായിരുന്നുവെന്നും ജാതീയമായി അധിക്ഷേപിച്ച കൌൺസിലർക്കെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഗീതാ ശശി പറഞ്ഞു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM സുരേഷ് വളരെ മോശമായ രീതിയിൽ ഒരു SC കൗൺസിലർ ഉള്ളതിൽ എന്നെ വളരെ മോശമായ രീതിയിലാണ് കൗൺസിൽ യോഗത്തിൽ പരാമർശിച്ചത്. അതിനെ ഞാൻ വളരെയധികം പ്രതിഷേധിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൗൺസിലർമാരുടെ കയ്യിൽ നിന്ന് വളരെ മോശമായ രീതിയിൽ ഒരു കാര്യം എനിക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. എന്നെ മാത്രമല്ല, എന്നെ സമൂഹത്തിൽപ്പെട്ട എല്ലാവരെയും ഉൾപ്പെടുന്ന രീതിയിലാണ് PM സുരേഷ് പരാമർശിച്ചത്. അതിൻ്റെ പ്രതിഷേധിച്ച് ഞാൻ ഏറ്റവും വരെയായാലും ഞാൻ കേസ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അനാവശ്യ ചർച്ച കൊണ്ടുവന്ന് കൌൺസിൽ യോഗം പ്രതിപക്ഷം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് നഗരസഭയിൽ ഭരണപക്ഷ കൌൺസിലർമാർ പ്രതിഷേധിച്ചു. ചെയർപേഴ്സൺ സീതാ രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഭരണപക്ഷ കൌൺസിലർമാർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചത്. ബിജെപി കൌൺസിലർ തന്നെയാണ് ജാതി വെളിപ്പെടുത്തിയതെന്നും ഇതേ തുടർന്ന് മറ്റ് ബിജെപി കൌൺസിലർമാർ ജാതിപ്പേര് പറഞ്ഞ് കൌൺസിൽ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലാണ് ചർച്ച കൊണ്ടുവന്നതെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ പറഞ്ഞു.
സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും വിവിധ നിലകളിൽ ശാക്തീകരിക്കാനായി നിഷ്പക്ഷമായ പ്രവർത്തനമാണ് നഗരസഭ നടത്തുന്നതെന്നും SC/ST കുടുംബങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലേക്ക് ചർച്ച കൊണ്ടുവന്നതിൽ ശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായും ചെയർപേഴ്സൺ കൂട്ടിച്ചേർത്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, പ്രിയ സജീഷ്, PK ഷെബീർ, AS സുജീഷ് തുടങ്ങിയവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. നമ്മുടെ ഒരു കൗൺസിലർ അതിനെതിരെ കൊടുക്കേണ്ടതില്ല എന്ന രീതിയിൽ വാദിച്ചത്, അതിനെതിരെ അത് കൊടുക്കേണ്ടതാണ്, പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കേണ്ടതാണ് എന്നുള്ള ഒരു വാദമാണ് നഗരസഭയുടെ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉന്നയിച്ചത്. പക്ഷേ ആ കൗൺസിലർ തന്നെ തൻ്റെ ജാതി വെളിപ്പെടുത്തുകയും അതിനോടനുബന്ധിച്ച് അവരുടെ BJPയുടെ പാർട്ടിയിലുള്ള മുഴുവൻ ആളുകളും ആ ജാതിപ്പേര് പറഞ്ഞ് കൗൺസിലിനെ തന്നെ അപകീർത്തിപ്പെടുന്ന രീതിയിലാണ് ചർച്ച കൊണ്ടുവന്നത്. ഞങ്ങൾ ആരും തന്നെ ഒരു കൗൺസിലർമാരെ ഇന്നേ വരെ ഒരു ജാതിയും വിളിച്ച് പറഞ്ഞിട്ടില്ല. പക്ഷേ BJPയുടെ കൗൺസിലർമാർ വളരെ മോശമായ രീതിയിൽ ആ ഒരു കൗൺസിലറെ അധിക്ഷേപിക്കുന്ന രീതിയിലാണ് അവരിന്ന ജാതിയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അതാണ് മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് അവരിന്ന് കൗൺസിലിൽ ബഹളമുണ്ടാക്കി. ഗുരുവായൂർ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ 7 ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണം പിടികൂടി. കിഴക്കേനടയിലെ കൃഷ്ണ ഇൻ, ശരവണ ഭവൻ, മാഞ്ചിറ റോഡിലെ നമ്പൂതിരീസ് റെസ്റ്റോറന്റ്, കൈരളി ജംഗ്ഷനിലെ വിസ്മയ, തമ്പുരാൻപടി 7 ഡേയ്സ് ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറന്റ്, തൊഴിയൂർ ആലിഫ് ഫാമിലി റെസ്റ്റോറന്റ്, തമ്പുരാൻപടി ലേഗർ ഫ്യൂഷൻ എന്നീ സ്ഥാപനങ്ങളിൽ നിന്നാണ് പഴയ ഭക്ഷണങ്ങൾ പിടികൂടിയത്. സ്ഥാപനങ്ങളിൽ നിന്ന് 25,000 രൂപ വീതം പിഴ ഈടാക്കി. പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ C. കാർത്തികയുടെ നേതൃത്വത്തിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ KC രശ്മി, MD റിജേഷ്, AB സുജിത് കുമാർ, KS പ്രദീപ് എന്നിവരാണ് പരിശോധന നടത്തിയത്. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ സ്വകാര്യ ബസ് കാറിലിടിച്ച അപകടം, ആർക്കും പരിക്കില്ല. ചൊവ്വാഴ്ച രാവിലെ 9 മണിയോടെയായിരുന്നു അപകടം. കുന്നംകുളം ഭാഗത്തു നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ് മുൻപിൽ പോവുകയായിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ പുറകുവശവും ബസിന്റെ മുൻവശവും ഭാഗികമായി തകർന്നു. അപകടത്തിനിടയാക്കിയ പട്ടാമ്പി ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൃഷ്ണ ബസ് കുന്നംകുളം പോലീസ് കസ്റ്റഡിയിലെടുത്തു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. സബ് ഇൻസ്പെക്ടർ ഫക്രുദ്ദീന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തുടർ നടപടികൾ സ്വീകരിച്ചു. പണം ചോദിച്ചത് നൽകാത്തതിലുള്ള വ്യക്തിവൈരാഗ്യത്തിൽ പെരുമ്പിലാവിൽ ചപ്പാത്തി കട അടിച്ചു തകർത്തു. പെരുമ്പിലാവ് സ്വദേശി ഹൈദ്രോസിന്റെ ഉടമസ്ഥതയിൽ ആനക്കല്ലിൽ പ്രവർത്തിക്കുന്ന ടേസ്റ്റി ഫുഡ് ചപ്പാത്തി കടയാണ് അക്രമി അടിച്ചു തകർത്തത്. പണം നൽകാൻ കടയുടമ തയ്യാറാകാത്തതിനെ തുടർന്നുള്ള വ്യക്തിവൈരാഗ്യത്തിൽ ഇരുമ്പുവടിയുമായി ചപ്പാത്തി കടയിലെത്തിയ അക്രമി മുൻവശത്തെ ഗ്ലാസും സ്ഥാപനത്തിലെ ഫൈബർ ഡോറും ഉൾപ്പെടെയുള്ളവ തല്ലി തകർക്കുകയായിരുന്നുവെന്ന് പറയുന്നു. സംഭവത്തിൽ 25,000-ഓളം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായി ഉടമ പറഞ്ഞു. പെരുമ്പിലാവ് ആനക്കല്ല് സ്വദേശി രാജേഷിനെതിരെ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പ്രതിക്കായി അന്വേഷണം ആരംഭിച്ചു. വാഗ മൂക്കോല ലിഫ്റ്റ് ഇറിഗേഷൻ പ്രാഥമിക പരിശോധന നടത്തി. ഇളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന വാഗപ്പുഴയ്ക്ക് കുറുകയായി നിർമ്മിച്ചിട്ടുള്ള മൂക്കോല ചിറയ്ക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വരുന്നു. വേനൽക്കാലത്ത് വാഴാനി ഡാമിൽ നിന്നും വരുന്ന വെള്ളം ലഭ്യമാകുന്നതുവരെ താൽക്കാലിക പലകകൾ ഉപയോഗിച്ച് തടയണ വഴി തടഞ്ഞു നിർത്തുകയും പിന്നീട് ചെമ്മിണി ഡാമിൽ നിന്നും കൃഷിക്കായി തുറന്നുവിടുന്ന വെള്ളം ചിറക്കൽ ലിഫ്റ്റ് ഉപയോഗിച്ച് പമ്പ് ചെയ്യുകയുമാണ് പതിവ്. എന്നാൽ മൂക്കോല മുതൽ പെരുമൺ ചിറ വരെ 7 കിലോമീറ്റർ ദൂരം പുഴയിൽ വെള്ളം സംഭരിക്കുന്നതിനുള്ള പദ്ധതിയാണ് മൂക്കോല ലിഫ്റ്റ് പദ്ധതി വഴി വിഭാവനം ചെയ്യുന്നത്. ചെറുകിട ജലസേചന വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ലിഫ്റ്റ് പദ്ധതി തയ്യാറാക്കുന്നത്. 25 മീറ്റർ വീതിയുള്ള ചിറയിൽ FRP ഷട്ടറുകൾ സ്ഥാപിക്കുന്നതും പരിഗണനയിലുണ്ട്. പദ്ധതി നടപ്പിലാക്കുന്നതുവഴി എളവള്ളി, തോളൂർ, കണ്ടാണശ്ശേരി, ചൂണ്ടൽ എന്നീ പഞ്ചായത്തുകളിലെ 20 പാടശേഖരങ്ങൾക്ക് ഗുണം ലഭ്യമാകും. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലനിധി കോൺക്ലേവിന്റെ ഭാഗമായി തയ്യാറാക്കിയ സമഗ്ര ജലസംരക്ഷണ പദ്ധതിയുടെ പ്രധാന ഘടകമാണ് മൂക്കോലച്ചിറ തടയണയും ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയും. മൂക്കോലച്ചിറ മുതൽ പെരുമൺ ചിറ വരെ പുഴയിൽ സംരക്ഷിക്കുന്ന ജലമാണ് ആവശ്യാനുസരണം മണച്ചാലിൽ നിർമ്മിക്കുന്ന 64 ഏക്കർ കൃത്രിമ തടാകത്തിലേക്ക് പമ്പ് ചെയ്യുന്നതിനുദ്ദേശിക്കുന്നത്. നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 5 കോടി രൂപയാണ് എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ ജലസംരക്ഷണ പദ്ധതികൾക്കായി ചെലവിടുന്നത്. ഘട്ടം ഘട്ടമായി എളവള്ളി സമഗ്ര ജലസംരക്ഷണ പദ്ധതി നടപ്പിലാക്കി കാർഷിക ഗ്രാമമായി എളവള്ളിയെ നിലനിർത്തുന്നതിനുള്ള പദ്ധതികളാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് പറഞ്ഞു. എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കേ അതിരിലൂടെ പോകുന്ന വാഗപ്പുഴയ്ക്ക് കുറുകെയുള്ള മൂക്കോലച്ചിറ, ആ ചിറ തടയണകൾ സൃഷ്ടിച്ചുകൊണ്ട് ലിഫ്റ്റ് ഇറിഗേഷൻ നടത്തുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള
പ്രാഥമിക പരിശോധനയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. എളവള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന സമഗ്ര ജലസംരക്ഷണ പദ്ധതിക്ക് ആവശ്യമായിട്ടുള്ള കൃത്രിമ തടാകത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ജലം സംഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടാങ്ക് സംഭരണിയായിട്ടാണ് മൂക്കോലച്ചിറ മുതൽ പെരുമൺചിറ വരെയുള്ള വാഗപ്പുഴയെ ഉദ്ദേശിക്കുന്നത്. അവിടെ താൽക്കാലികമായ തടയണ സൃഷ്ടിച്ച് ചെമ്മിണി ഡാമിൽ നിന്നും തുറന്നുവിടുന്ന വെള്ളത്തെ ചിറക്കയിൽ വെച്ച് ലിഫ്റ്റ് ചെയ്ത് മൂക്കോലച്ചിറയിൽ നിന്നും വീണ്ടും ലിഫ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയാണ് ചെറുകിട ജലസേചന വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എളവള്ളി ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. മൂക്കോലച്ചിറ ലിഫ്റ്റ് പദ്ധതിയുടെ പ്രാഥമിക പരിശോധന ചെറുകിട ജലസേചന വകുപ്പ് ചാവക്കാട് അസിസ്റ്റന്റ് എഞ്ചിനീയർ നെവിൻ സന്തോഷ്, ഓവർസിയർമാരായ ജെ ജനനി, വിദ്യാമണി എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തി. പാടശേഖര സമിതി ഭാരവാഹികളായ പി ശിവശങ്കരൻ, പി മോഹനൻ, കെ സണ്ണി എന്നിവരും ഉദ്യോഗസ്ഥരോടൊപ്പം ഉണ്ടായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന ഉപജില്ലാ കേരള സ്കൂൾ കായികമേളയുടെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഷബീർ അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ സ്പോർട്സ് ആൻഡ് ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി PM ശ്രീജിഷ് കായികമേള അവലോകന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, വാർഡ് കൌൺസിലർ ബിജു C ബേബി, കുന്നംകുളം ഉപജില്ലാ HM ഫോറം കൺവീനർ ഡെന്നി ഡേവിസ്, ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ PI റസിയ, സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. 9-ാം തീയതി ബുധനാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് നിർവഹിക്കും. ഇന്ന് ഞങ്ങൾക്ക് കൗൺസിലിൽ ഞങ്ങൾ വെച്ചിട്ടുള്ള കാലഘട്ടമാണ്. നമ്മുടെ കുന്നംകുളം ബോയ്സ് സ്കൂളായാലും ഗേൾസ് സ്കൂളായാലും ഒക്കെ ഇതിനെ വളരെ പ്രാപ്തരായി മാറിക്കൊണ്ടിരിക്കുക. മറ്റു വിദ്യാലയങ്ങളെല്ലാം തന്നെ ഇവിടേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. വിദ്യാർത്ഥികൾ അവരിലുള്ള ആ കലാബോധം അല്ലെങ്കിൽ കായിക അഭിരുചി അത് വളർത്തിയെടുക്കുക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. കാരണം കുട്ടികളെ മറ്റു ചിന്തകളിലേക്ക് മാറ്റാതെ കലയിലേക്കും കായികത്തിലേക്കും തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്നതാണ്. എന്തായാലും ഈ 81 വിദ്യാലയങ്ങൾ പങ്കെടുക്കുന്ന ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന കുന്നംകുളം ഉപജില്ലാ കേരള സ്കൂൾ കായികമേളയിൽ 100 പോയിന്റോടെ പന്നിത്തടം കോൺകോർഡ് ഇംഗ്ലീഷ് സ്കൂൾ മുന്നിൽ. 69 പോയിന്റോടെ കരിക്കാട് അൽ അമീൻ ഇംഗ്ലീഷ് ഹൈസ്കൂൾ തൊട്ടു പിന്നിലുണ്ട്. 65 പോയിന്റോടെ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 3-ാം സ്ഥാനത്താണ്. ഹൈജംപ്, ഷോട്ട് പുട്ട്, റിലേ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലുള്ള മത്സരങ്ങളാണ് 1-ാം ദിനത്തിൽ പൂർത്തിയായത്. എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയ നിർമ്മാണ പ്രവൃത്തികൾ കുറച്ച് നിർമ്മാണത്തിൽ അഴിമതി ആരോപിച്ച് നാട്ടുകാർ തടഞ്ഞ പൊതുമരാമത്ത് റോഡ് നിർമ്മാണം പുനരാരംഭിച്ചു. നീണ്ട കാത്തിരിപ്പിന് ശേഷം നിർമ്മാണം നടക്കുന്ന ഉപ്പുങ്ങൽ ചങ്ങരംകുളം റോഡിലെ പാലയ്ക്കൽ പാലം ഭാഗത്തെ നിർമ്മാണമാണ് തർക്കം മൂലം തടസ്സപ്പെട്ടിരുന്നത്. 2 കിലോമീറ്റർ ദൂരം വരുന്ന റോഡിന്റെ അവസാനഘട്ട പണികളാണ് ഇപ്പോൾ നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ ടാറിംഗ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ കഴിഞ്ഞിരുന്നു. പാടശേഖരത്തിന് കുറുകെ കടന്നുപോകുന്ന ഭാഗം മണ്ണിട്ടുയർത്തി ഇവിടെ കട്ടവിരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ഒരു വശത്ത് മാത്രമാണ് കോൺക്രീറ്റ് ചെയ്ത് സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിട്ടുള്ളത്. ഇത് 2 വശങ്ങളിലും വേണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത്. എസ്റ്റിമേറ്റിൽ 2 വശങ്ങളിലും കോൺക്രീറ്റ് ഭിത്തി നിർമ്മാണം ഉണ്ടായിരുന്നു. വെള്ളം കെട്ടിനിൽക്കുന്ന ഭാഗമായതിനാൽ ഇരുവശങ്ങളിലും ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ റോഡ് ഇടിയാൻ സാധ്യത കൂടുതലാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. റോഡിന്റെ നിർമ്മാണം ഇടയ്ക്കുവെച്ച് നിർത്തിവെച്ചിരുന്നു. പിന്നീട് 2 വർഷം കഴിഞ്ഞാണ് പണികൾ ആരംഭിച്ചത്. ആദ്യം 2.5 കോടി രൂപയാണ് വകയിരുത്തിയത്. പിന്നീട് 25 ലക്ഷം രൂപ അധികമായി വകയിരുത്തി. ഇരുവശങ്ങളിലെ ഭിത്തി നിർമ്മാണം എന്നുള്ളത് ഒരു വശമാക്കി കുറയ്ക്കുകയും ചെയ്തു. പദ്ധതി പൂർത്തീകരണത്തിന് കാലതാമസം വന്നതിനാലാണ് ഭിത്തി നിർമ്മാണം ഒരു വശമാക്കി കുറച്ചതെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. ഭിത്തി നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനും മറ്റു പ്രവൃത്തികൾക്കുമായി 1 കോടി രൂപയുടെ പുതിയ എസ്റ്റിമേറ്റ് നൽകിയതായും വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. റോഡിന്റെ സുരക്ഷയ്ക്കായി കരിങ്കൽ ഭിത്തി കെട്ടി ബെൽറ്റ് കെട്ടി ഉറപ്പിക്കും. ഗതാഗതം പൂർണ്ണമായും അടച്ചാണ് ഇപ്പോൾ നിർമ്മാണം നടത്തുന്നത്. CCTV ന്യൂസ്, പുന്നയൂർകുളം. വേലൂർ സ്കൂൾ ശതാബ്ദി വാർഷികവുമായി ബന്ധപ്പെട്ട് ജനപങ്കാളിത്തം കുറഞ്ഞതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. സംഘാടക സമിതി രാഷ്ട്രീയവൽക്കരിച്ചത് മൂലം പൊതുജന പങ്കാളിത്തം കുറഞ്ഞുവെന്നാണ് ആരോപണം. ഇതിനെതിരെ സ്കൂൾ പ്രിൻസിപ്പൽ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്നിവർക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ പരാതി നൽകിയിരുന്നു. എന്നാൽ പരാതി മുഖവിലയ്ക്കെടുക്കാതിരിക്കുകയും വ്യാജ പരാതിയുമായി രംഗത്ത് വരികയുമാണ് PTA ഭരണസമിതി ചെയ്തതെന്നും പറയുന്നു.
കൂടാതെ സാമൂഹിക മാധ്യമങ്ങളിൽ പരാതിക്കാരന്റെ പിതാവിനെ കരിവാരി തേക്കാനുള്ള ശ്രമം നടന്നതിനെതിരെയും ശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിൽ സമരപരിപാടിയുമായി മുന്നോട്ടു പോകുമെന്നും വേലൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിച്ചിട്ടുള്ള ഒരു വിഷയം എന്തെന്ന് കഴിഞ്ഞാൽ, ഞങ്ങൾ ഉന്നയിച്ചത് ഒരിക്കലും സ്കൂളിനെതിരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊരു കാര്യം ഞങ്ങൾ ഉന്നയിച്ചിട്ടില്ല. ഞങ്ങൾ ഉന്നയിച്ച കാര്യം എന്തെന്നാൽ, ഈ ഒരു പരിപാടി ശതാബ്ദിയുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി വേലൂരിൻ്റെ ഒരു ഉത്സവമായി തീർക്കേണ്ട ഒരു പരിപാടിയെ ഒരു ശോഷിച്ച രീതിയിൽ സംഘടിപ്പിച്ച ആ സംഘാടനത്തിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധമായി മുന്നോട്ട് വന്നതുമായിട്ടുള്ള പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് രേഖപ്പെടുത്തുകയാണ്. അതുമാത്രമല്ല, ഇനിയും വേലൂർ സ്കൂളിൻ്റെ 100ാം ശതാബ്ദിയുമായി ബന്ധപ്പെട്ട് നല്ല നല്ല പരിപാടികൾ ഇവിടെ സംഘടിപ്പിക്കണം. അതിന് PTA മുൻകൈ എടുത്ത് തന്നെ, അതായത് ബഹുജന ആൾക്കാരുടെ വളരെ കൃത്യമായിട്ടുള്ള പിന്തുണ ഉണ്ടാവണം. ഇതുമായി ബന്ധപ്പെട്ടും ഞങ്ങൾ പറയുകയാണ്. എരുമപ്പെട്ടി ചിറ്റണ്ട തൃക്കണപതിയാരം സെന്ററിന് സമീപം നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ വെള്ളച്ചാലിലേക്ക് പതിച്ച അപകടം. തിങ്കളാഴ്ച അർദ്ധരാത്രിയിലായിരുന്നു സംഭവം. കുണ്ടന്നൂർ ചുങ്കം ഭാഗത്ത് നിന്ന് വരവൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന വാഹനത്തിന്റെ ടയർ പൊട്ടിയാണ് അപകടമുണ്ടായത്. വാഹനത്തിലുണ്ടായിരുന്ന മലപ്പുറം സ്വദേശികളായ 2 യുവാക്കൾ പരുക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു. മേഖലയിൽ അപകടങ്ങൾ തുടർക്കഥയാണ്. വടക്കേക്കാട് ജനമൈത്രി പോലീസും സ്റ്റുഡൻസ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും സംയുക്തമായി ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. ആൽത്തറ സെന്ററിൽ നടത്തിയ ക്യാമ്പ് ഗുരുവായൂർ ACP ബിജു ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർ ആനന്ദ് അധ്യക്ഷത വഹിച്ചു. വടക്കേക്കാട് അഡീഷണൽ SI യൂസഫ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അൻസാർ കോളേജ് പ്രിൻസിപ്പാൾ TK ഷക്കീർ, കുന്നത്തൂർ റെസിഡൻസ് അസോസിയേഷൻ ചെയർമാൻ P ഗോപാലൻ, പാലിയേറ്റീവ് പ്രതിനിധി മൈമുന അഭയം തുടങ്ങിയവർ സംസാരിച്ചു. ഗോപിനാഥ് പാലഞ്ചേരി അവതരിപ്പിച്ച ഏകാംഗ കഥാപാത്ര നാടകമായ മരണം മൊഴി, തിരുവളയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കൊച്ചനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികളുടെ ഫ്ളാഷ് മോബും ഉണ്ടായി. ജനമൈത്രി പോലീസ് കൺവീനർ സക്രിയ കുന്നച്ചമേട്ടിൽ നന്ദി പറഞ്ഞു. മരത്തംകോട് കിടങ്ങൂർ PSP കുഴിപ്പറമ്പിൽ പരേതനായ കുമാരൻ മകൻ ഷൈജു ഹൃദയാഘാതം മൂലം നിര്യാതനായി. 48 വയസ്സായിരുന്നു. ബസ് ജീവനക്കാരനാണ് പരേതൻ. സംസ്കാരം ബുധനാഴ്ച രാവിലെ 8 മണിക്ക് നടക്കും. ഷാമിനി ഭാര്യയും കിഷൻ കുമാർ, കൃതിക എന്നിവർ മക്കളുമാണ്. പെരുമ്പിലാവ് ആൽത്തറ മസ്ജിദിന് സമീപത്തെ അപകട വളവിൽ നിയന്ത്രണം വിട്ട കാർ വീട്ടിലേക്ക് ഇടിച്ചു കയറി. മേലയിൽ ഷാജഹാന്റെ വീടിന് മുറ്റത്തേക്കാണ് കാർ ഇടിച്ചു കയറിയത്. ചൊവ്വാഴ്ച രാവിലെ 11:30യോടെ തിപ്പലശ്ശേരി ഭാഗത്തു നിന്നും വരുന്ന മാരുതി സ്വിഫ്റ്റ് കാർ പെരുമ്പിലാവ് ഭാഗത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം സംഭവിച്ചത്. ഈ സമയത്ത് വീടിന്റെ മുൻവശത്ത് ആരുമില്ലാത്തതിനാൽ അപകടം ഒഴിവായി. കാറിലുള്ളവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഇടിയുടെ ആഘാതത്തിൽ കാറിന്റെ മുൻവശം ഭാഗികമായി തകർന്നു. വീടിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഷാജഹാന്റെ വീടിനു മുന്നിൽ സ്ഥാപിച്ച CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. എളവള്ളിയിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി 2ാം ബ്ലോക്കിന്റെ നിർമ്മാണം ആരംഭിച്ചു. എളവള്ളി ഗ്രാമപഞ്ചായത്തിൽ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി 2ാം ബ്ലോക്ക് നിർമ്മാണത്തിനാണ് തുടക്കമായത്. ഗ്രാമപഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്നും ഹരിതകർമ്മസേന സംഭരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കുന്നതിനുള്ള കേന്ദ്രമായ MCF കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ TC മോഹനൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി തോമസ് രാജൻ, അസിസ്റ്റന്റ് സെക്രട്ടറി CS രശ്മി, ഹെൽത്ത് ഇൻസ്പെക്ടർ PU ഉഗേഷ്, ശുചിത്വ മിഷൻ മുല്ലശ്ശേരി ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ P രുക്മ, ഹരിതകർമ്മസേന സെക്രട്ടറി സജിത ബാബു എന്നിവർ സംസാരിച്ചു. പ്ലാസ്റ്റിക് കവറുകൾ നിറങ്ങളുടെയും കനവ്യത്യാസത്തിന്റെയും അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന കവറുകൾ യന്ത്രസഹായത്തോടെ അമർത്തി കെട്ടുകളാക്കി മാറ്റിയാണ് ക്ലീൻ കേരള മിഷന് കൈമാറുന്നത്. പ്രസ്തുത പ്രവൃത്തിക്കായി ഒരു കെട്ടിടം നിലവിലുണ്ടെങ്കിലും കൂടുതൽ സൗകര്യപ്രദമായ രീതിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 2ാം ബ്ലോക്കിന്റെ നിർമ്മാണം ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തിട്ടുള്ളത്. കെട്ടിട നിർമ്മാണത്തിന് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതി പ്രകാരം 25 ലക്ഷം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. 160 ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. CCTV ന്യൂസ്, കേച്ചേരി. പെങ്ങാമുക്ക് കരിച്ചാൽ കടവ് പാലം പണിയുടെ ഭാഗമായി പൊളിച്ച ബണ്ട് വരമ്പ് അറ്റകുറ്റപ്പണി നടത്താത്തത് കർഷകരെ വലയ്ക്കുന്നു. കരിച്ചാൽ കടവിന് സമീപത്തെ പാറക്കുഴി കോൾപ്പടവിലെ കർഷകരാണ് കൃഷി ഇറക്കാനാകാതെ ബുദ്ധിമുട്ടിലായത്. തകർന്ന ബണ്ട് വരമ്പിലൂടെ മോട്ടോറും പെട്ടിപ്പറയും കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്ന് കോൾപ്പടവ് പ്രസിഡന്റ് KK ശശി പറഞ്ഞു. 72 ഏക്കർ പാടത്ത് 84 കർഷകരാണ് കൃഷി ഇറക്കുന്നത്. ഇത്തവണ നേരത്തെ കൃഷി ഇറക്കാൻ കർഷകർ തീരുമാനിച്ചിരുന്നു. എന്നാൽ തകർന്ന ബണ്ട് വരമ്പിലൂടെ മോട്ടോറും അനുബന്ധ സാമഗ്രികളും കൊണ്ടുപോകാൻ കഴിയാത്തതാണ് തിരിച്ചടിയായത്. പലതവണ പാലം പണിയുന്ന കരാറുകാരനോട് ആവശ്യപ്പെട്ടെങ്കിലും ബണ്ട് വരമ്പ് മണ്ണിട്ട് ഉയർത്തിയില്ല. കൃഷി ഇറക്കാൻ വൈകുന്നത് അവസാന ഘട്ടത്തിൽ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കർഷകർ പറയുന്നു. ബണ്ട് വരമ്പ് അറ്റകുറ്റപ്പണി നടത്തി കൃഷി ഇറക്കാൻ സൗകര്യമൊരുക്കണമെന്നാണ് കർഷകരുടെ ആവശ്യം.
അപ്പോൾ നമുക്ക് മണ്ണടിച്ചിട്ട് ക്ലിയർ ആക്കി തരാണ്ട് ഒരു കാര്യങ്ങളും നടക്കാത്ത കണ്ടീഷനാണ്. അത് നമ്മൾ ഇവരോട് പറയുമ്പോൾ അവർ വരും, അവർ വരും, ഇവർ വരും എന്ന് പറയാണ്ട് നമ്മുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ട് കൊല്ലത്തെ കൃഷി ചെയ്യേണ്ട കാര്യങ്ങൾ തീരുമാനം ആവണില്ല. കർഷകർ പറഞ്ഞിട്ടുള്ളത് എന്തു സഹായം കർഷകരുടെ ഭാഗത്തു നിന്നുണ്ട്, പക്ഷേ ഇവരോട് പറഞ്ഞ അവർ കാര്യങ്ങൾ ക്ലിയറാക്കി തരുന്നില്ല. സാമൂഹ്യ വിപത്തുകൾക്കെതിരെ ജനകീയ കൂട്ടായ്മകൾ രൂപപ്പെടണമെന്ന പ്രത്യാശ ഐരൂർ സംഘടിപ്പിച്ച ഗ്രാമസംഗമം അഭിപ്രായപ്പെട്ടു. ഡെപ്യൂട്ടി കളക്ടറും അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റുമായ NM മെഹ്റലി സംഗമം ഉദ്ഘാടനം ചെയ്തു. പ്രത്യാശ ചെയർമാൻ ഹിലാൽ ഐരൂർ അധ്യക്ഷത വഹിച്ചു. വിമുക്തി സ്പെഷ്യൽ ഓഫീസർ K ഗണേശൻ ബോധവൽക്കരണത്തിനും ലഹരിവിരുദ്ധ സമൂഹ പ്രതിജ്ഞയ്ക്കും നേതൃത്വം നൽകി. മഹാരാജാസ് കോളേജ് മുൻ പ്രിൻസിപ്പളും പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കറുമായ ഡോക്ടർ മേരി മെറ്റിൽഡ രക്ഷിതാക്കൾക്കായി ക്ലാസ് നയിച്ചു. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ AK സുബൈർ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സൗദാമിനി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P നിഷാർ, മെമ്പർമാരായ ഉണ്ണികൃഷ്ണൻ, വിജിത പ്രജിത്ത്, ശാന്താകുമാരൻ, സുനിൽദാസ് എന്നിവർ സംബന്ധിച്ചു. പ്രത്യാശ ഭാരവാഹികളായ ഷുക്കൂർ കുഞ്ഞുമുഹമ്മദ്, വത്സലകുമാർ, ഫാറൂഖ് അഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. BDSന് 2ാം റാങ്ക് നേടിയ പാറേമ്പാടം സ്വദേശി KB ബിൻസയ്ക്ക് അഭിനന്ദന പ്രവാഹം. കേരള യൂണിവേഴ്സിറ്റി ഓഫ് മെഡിക്കൽ സയൻസിൽ അക്കിക്കാവ് PSM ഡെന്റൽ സയൻസ് ആൻഡ് റിസർച്ച് കോളേജിൽ നിന്നാണ് 2ാം റാങ്ക് കരസ്ഥമാക്കി ബിൻസ നാടിന് അഭിമാനമായത്. വിദ്യാർത്ഥിയെ യാക്കോബായ സുറിയാനി സഭ മെത്രാപ്പോലിത്തൻ ട്രസ്റ്റിയും മലങ്കര മെത്രാപ്പോലിത്തയുമായ ഡോക്ടർ ജോസഫ് മോർ ഗ്രിഗോറിയോസ്, മഞ്ഞനിക്കര ദയറാധിപൻ ഗീവർഗീസ് മോർ അത്തനാസിയോസ്, വൈദിക ട്രസ്റ്റി ഫാദർ റോയ് ജോർജ് കട്ടച്ചിറ, സഭാ ട്രസ്റ്റി തമ്പുതുകലൻ, സിംഹാസനപ്പള്ളി മുൻ ട്രസ്റ്റിയും കുന്നംകുളം നഗരസഭ മുൻ വൈസ് ചെയർമാൻ വിനയൻ ജോബിന്റെ നേതൃത്വത്തിലുള്ള സുഹൃത്ത് കൂട്ടായ്മ അംഗങ്ങൾ, പോർക്കുളം ഗ്രാമപഞ്ചായത്ത്, CPIM കടവല്ലൂർ ലോക്കൽ കമ്മിറ്റി കരിക്കാട് ബ്രാഞ്ച്, പുരോഗമന കലാസാഹിത്യ സംഘം, കോൺഗ്രസ് പോർക്കുളം മണ്ഡലം കമ്മിറ്റി എന്നിവർ അഭിനന്ദിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TK വാസു, ജില്ലാ കമ്മിറ്റി അംഗം M ബാലാജി, പോർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് K രാമകൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് ജിഷ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സിന്ധു ബാലൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഖില മുകേഷ്, പ്രതിപക്ഷ നേതാവ് A ജ്യോതിഷ് തുടങ്ങിയവരും അഭിനന്ദനവുമായി എത്തി. പാറേമ്പാടം കൂത്തൂർ വീട്ടിൽ ബെനറ്റ് ജിൻസി ദമ്പതികളുടെ മകളായ ഡോക്ടർ ബിൻസ കോളേജിൽ കഴിഞ്ഞ 5 വർഷം മുമ്പ് ആദ്യ ദിനം മുതൽ അവസാന പരീക്ഷാ ദിനം വരെ പഠനകാര്യങ്ങളിൽ സുസ്ഥിരമായ രീതിയാണ് സ്വീകരിച്ചത്. തുടക്കം മുതൽ തന്നെ ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമത്തിലായിരുന്നു. പഠനത്തിനായി സമയം ചിട്ടപ്പെടുത്തി. അധ്യാപകരോടുള്ള ആശയവിനിമയം, ഗ്രൂപ്പ് പഠനം, ചോദ്യപേപ്പർ കേന്ദ്രീകരിച്ചുള്ള പഠനം എന്നിവയാണ് റാങ്കിലേക്ക് എത്തിച്ചത്. MDS എടുത്ത് തുടർന്ന് പഠിക്കാനാണ് ആഗ്രഹം. മാതാപിതാക്കളും കോളേജ് അധ്യാപകരും സഹപാഠികളും മികച്ച പ്രോത്സാഹനം നൽകിയതായി ബിൻസ പറഞ്ഞു. സപ്പോർട്ടിംഗ് ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് പിന്നെ കേസൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ട് നിന്ന് വീട്ടുകാർ തന്നെയാണ്. സ്കൂളിൽ അങ്ങനെയില്ല. ഞാൻ ഇവിടെ 5 വർഷം ഫസ്റ്റ് തന്നെയായിരുന്നു ഇവിടെ PSMല്. അങ്ങനെ ഫുൾ A+ ഒന്നും എനിക്കത് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു അച്ചീവ്മെന്റ് എനിക്ക് കിട്ടുന്നത് എൻ്റെ ജീവിതത്തിൽ. അതെ 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 പഠിപ്പിന്റെ ഒരു ഘടകമാണല്ലോ. അവരില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തീരെ ക്ലിയർ ചെയ്യാൻ പറ്റാത്ത മാത്രമാണ് ടീച്ചേഴ്സിനോട് ചോദിക്കാറുള്ളൂ. അപ്പോൾ അവരാണ് ഹെൽപ്പ് ചെയ്യുന്നത് കൂടുതലും. SSLCക്ക് ചിറളയം ബദനി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലും +2 കുന്നംകുളം ബദനി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും നിന്നുമാണ് ഉന്നത വിജയം നേടിയത്. പഠന കാലയളവിൽ പെയിന്റിംഗ്, വയലിൻ എന്നിവയിൽ മികവ് നേടി. ദീർഘകാലമായി ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസനപ്പള്ളിക്ക് കീഴിലുള്ള അഗതയൂർ സെന്റ് ഒസ്താത്തിയോസ് സൺഡേ സ്കൂൾ അധ്യാപിക കൂടിയാണ് ഡോക്ടർ ബിൻസ. CCTV ന്യൂസ് പെരുമ്പിലാവ്. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് പുത്തൻപള്ളി സ്ഥാപന പെരുന്നാൾ ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ 9:30 പ്രഭാത നമസ്കാരം, 10:15 അഞ്ചിന്മേൽ കുർബാന, 11:30 പ്രദക്ഷിണം, തുടർന്ന് ആശീർവാദം, നേർച്ച സദ്യയും ഉണ്ടാകും. വികാരി പുലിക്കോട്ടിൽ പത്രോസ് കത്തനാർ മുഖ്യ കാർമ്മികനാകും. കൈസ്ഥാനി PV ഹെൻറി, സെക്രട്ടറി ജിജു പോൾ എന്നിവർ നേതൃത്വം നൽകും. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തുന്നതിനായി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി ആശുപത്രിയിൽ കഴിയുന്ന മഴുവഞ്ചേരി കീഴ്പ്പട വീട്ടിൽ സതീഷിന്റെ ചികിത്സയ്ക്കായി കേച്ചേരിയിലെ പ്രവാസികളുടെ സംഘടനയായ നന്മ ഖത്തറിന്റെ നേതൃത്വത്തിൽ അംഗങ്ങളിൽ നിന്ന് സ്വരൂപിച്ച തുക സതീഷിന്റെ സഹോദരൻ സുരേഷിന് കൈമാറി. നന്മ ഖത്തർ ഭാരവാഹികളായ സമീർ ആയമുക്ക്, ഷാജി കേച്ചേരി, റഹീം കേച്ചേരി, MC അഹമ്മദ് കേച്ചേരി എന്നിവർ ചേർന്നാണ് തുക കൈമാറിയത്. ചികിത്സാ സഹായ സമിതി ഭാരവാഹികളും ജനപ്രതിനിധികളുമായ ആൻസി വില്യംസ്, രേഖ സുനിൽ, PT ജോസ്, PS സന്ദീപ്, ആൻഡോ പോൾ, ധനേഷ് ചുള്ളിക്കാട്ടിൽ, ND സജിത് കുമാർ, TC സെബാസ്റ്റ്യൻ മാസ്റ്റർ, MM ഷംസുദ്ദീൻ, ഉണ്ണി തയ്യിൽ, ധനേഷ് മാത്യു എന്നിവർ സന്നിഹിതരായിരുന്നു.
എരുമപ്പെട്ടി റീച്ച് ഫോർ ദി സ്റ്റാർസിന്റെ 16ാം വാർഷികത്തോടനുബന്ധിച്ച് എരുമപ്പെട്ടി സർക്കാർ ആശുപത്രിയിലേക്ക് റെഫ്രിജറേറ്റർ സംഭാവനയായി നൽകി. ഇന്ത്യൻ കര, നാവിക, വ്യോമസേനകളിലെ ഉദ്യോഗസ്ഥ തസ്തികകളിലേക്ക് പ്രവേശനം നേടാൻ ആഗ്രഹിക്കുന്ന യുവതീ-യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും മാർഗനിർദ്ദേശവും പരീക്ഷാ പരിശീലന ക്ലാസുകളും സൗജന്യമായി നൽകിവരുന്ന സംരംഭമാണ് റിച്ച് ഫോർ ദി സ്റ്റാർസ്. ഇതിനോടകം നിരവധി പേർ കഠിനമായ മത്സര പരീക്ഷകളിൽ വിജയിക്കുകയും വിവിധ വിഭാഗങ്ങളിൽ പ്രവേശനം നേടുകയും ചെയ്തിട്ടുണ്ട്. സേനകളിൽ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ചവരാണ് ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകൾക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാഭ്യാസ സാമൂഹിക പ്രവർത്തകനായ മേജർ KP ജോസഫാണ് ഈ സൗജന്യ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത്. അദ്ദേഹത്തിന്റെ ജന്മദിനാഘോഷത്തിന്റെയും ഭാഗമായാണ് എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മരുന്നുകൾ ശീതീകരിച്ച് സൂക്ഷിക്കുന്നതിനായി റെഫ്രിജറേറ്റർ നൽകിയത്. ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ ടോണി ആളൂർ ഏറ്റുവാങ്ങി. എരുമപ്പെട്ടി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് KM അഷ്റഫ്, പ്രസ് ക്ലബ് പ്രസിഡന്റും സാമൂഹിക പ്രവർത്തകനുമായ റഷീദ് എരുമപ്പെട്ടി എന്നിവർ സന്നിഹിതരായി. സംസ്ഥാന സ്കൂൾ ജൂഡോ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ എരുമപ്പെട്ടി ഗവൺമെന്റ് സ്കൂൾ വിദ്യാർത്ഥിനിയും കുറ്റിക്കാട്ടിൽ റിനോൾഡ് ആതിര ദമ്പതികളുടെ മകളുമായ സാൻഡ്ര ഐറിനെ ചടങ്ങിൽ അനുമോദിച്ചു. കോർഡിനേറ്റർമാരായ ആവിലിൻ, ലയ, ആശ, ആൻലിയ, അനുശ്രീ, ഹെൽന എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. പരൂർ കോൾപ്പടവിൽ പുഞ്ചകൃഷിക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു. കൃഷിയിറക്കലിന്റെ മുന്നോടിയായി പമ്പിംഗ് തുടങ്ങുന്നതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. പടവിലെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ച മോട്ടോറുകൾ ഉപയോഗിച്ച് കോൾപ്പാടത്തെ വെള്ളം വറ്റിക്കുന്ന പ്രവൃത്തികളാണ് ആരംഭിച്ചിട്ടുള്ളത്. നവംബർ മാസം കൃഷി തുടങ്ങാമെന്നാണ് പ്രതീക്ഷ. ചൂണ്ടൽ പയ്യൂർക്കാവ് ശ്രീദുർഗ ഭഗവതി ക്ഷേത്രത്തിൽ ഒക്ടോബർ 10, 11, 12, 13 തീയതികളിലായി നവരാത്രി ആഘോഷം നടക്കും. ഒക്ടോബർ 10 വ്യാഴാഴ്ച വൈകിട്ട് 5:30 മുതൽ 6:30 വരെ പൂജവെപ്പും 11-ാം തീയതി വെള്ളിയാഴ്ച ദുർഗാഷ്ടമി ദിനത്തിൽ പ്രത്യേക പൂജകളും നടക്കും. 12-ാം തീയതി ശനിയാഴ്ച മഹാനവമി ദിനത്തിൽ ആയുധപൂജയും വിവിധ കലാപരിപാടികളും അരങ്ങേറും. 13-ാം തീയതി ഞായറാഴ്ച വിജയദശമി ദിനത്തിൽ ക്ഷേത്രത്തിൽ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്ന വിദ്യാരംഭം നടക്കും. വിജയദശമി ദിനത്തിൽ കുറുവള്ളൂർ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ രാവിലെ 8 മണി മുതൽ 9 മണി വരെ വിദ്യാഗോപാല അർച്ചനയുണ്ടാകും. വിദ്യാഗോപാല അർച്ചനയിലും വിദ്യാരംഭത്തിൽ കുട്ടികളെ എഴുത്തിനിരുത്താനും ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ക്ഷേത്രം കൗണ്ടറിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചെണ്ടയിൽ വാദ്യവിസ്മയം തീർത്ത് ചാലിശ്ശേരി സ്വദേശി സ്റ്റീഫൻ. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ ഞായറാഴ്ചയായിരുന്നു പഞ്ചാരിമേളം അരങ്ങേറ്റം. ചാലിശ്ശേരി പുലിക്കോട്ടിൽ ക്രൈസ്തവ കുടുംബത്തിൽ നിന്നാണ് ഇദ്ദേഹം ചെണ്ടവാദ്യ കലാരംഗത്തെത്തുന്നത്. ഗ്രാമത്തിൽ ഫുട്ബോൾ രംഗത്ത് കഴിഞ്ഞ 5 പതിറ്റാണ്ടായി നിറസാന്നിധ്യമായ സ്റ്റീഫന് മൈതാനങ്ങളിൽ കാൽപന്ത് കളിയെ പ്രണയിച്ചതുപോലെ കുഞ്ഞുനാളിൽ മനസ്സിൽ കൊണ്ടു നടന്ന ആഗ്രഹമായിരുന്നു ചെണ്ടമേളം ശാസ്ത്രീയമായി പഠിക്കുക എന്നത്. കഴിഞ്ഞ 30 വർഷം പ്രവാസിയായ ഇദ്ദേഹം അവധിക്ക് നാട്ടിൽ വരുന്ന അവസരങ്ങളിൽ ചെണ്ട വാങ്ങി സ്വയം പരിശീലനം നടത്തിയിരുന്നു. പ്രവാസ ജീവിതത്തിനു ശേഷം നാട്ടിലെത്തി 4 വർഷമായി തുടർച്ചയായി വീട്ടിൽ പരിശീലനത്തിലായിരുന്നു. സ്വന്തം ചെണ്ടയുടെ ശബ്ദം പുറത്തേക്ക് പോകാതിരിക്കുവാൻ ചെണ്ടയ്ക്കുമേൽ നനഞ്ഞ തുണിയിട്ടാണ് പരിശീലനം നടത്തിയിരുന്നത്. ചെണ്ടയിലെ ശ്രുതി, താളം എന്നിവ പഠിക്കാൻ ജനുവരിയിലാണ് കക്കാട് വാദ്യകലാ ക്ഷേത്രത്തിൽ ചേർന്ന രാജപ്പന്മാരാരുടെ ശിക്ഷണത്തിൽ പരിശീലനം തുടങ്ങിയത്. ഞായറാഴ്ച അരങ്ങേറ്റം കുറിച്ച 17 പേരിൽ ഏറ്റവും സീനിയർ അംഗമായിരുന്നു 60-കാരനായ സ്റ്റീഫൻ. ഞായറാഴ്ച ഗുരുദക്ഷിണ സമർപ്പണത്തിന് ശേഷം കഴിഞ്ഞ 6 പതിറ്റാണ്ടായി മനസ്സിൽ സൂക്ഷിച്ച വാദ്യകലയെ ശുദ്ധമായ താളനിഷ്ഠയോടെയും പൂർണ്ണ സമർപ്പണത്തോടെയും പഞ്ചാരിമേളത്തിൽ പങ്കെടുത്ത് 1.25 മണിക്കൂർ നേരം സ്റ്റീഫൻ 96 അക്ഷരകാലത്തിൽ നിന്ന് തുടങ്ങി 6 അക്ഷരകാലം വരെയാണ് കൊട്ടിത്തിമിർത്തത്. വലംതല, ഇടംതല, കുറുംകുഴൽ, ഇലത്താളം, കൊമ്പ് എന്നിവയിൽ 70ഓളം വാദ്യകലാകാരന്മാർ അരങ്ങേറ്റത്തിൽ അണിനിരന്നു. കാൽപന്ത് കളിയിൽ പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഇദ്ദേഹം FC കേരള തൃശൂരിന്റെ മുൻ മാനേജർ, ചാലിശ്ശേരി മാർവൽ ഫുട്ബോൾ ക്ലബിന്റെ കോച്ച് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അരങ്ങേറ്റം കാണുവാൻ മുൻ MLA VT ബൽറാം ഉൾപ്പെടെ നിരവധി കായിക പ്രേമികൾ പങ്കെടുത്തു. സുനിതയാണ് ഭാര്യ. സാന്ദ്ര, സെഡ്രിക് എന്നിവർ മക്കളാണ്. CCTV ന്യൂസ്, പെരുമ്പിലാവ്.
ചാവക്കാട് എം.ആർ. രാമൻ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സ്കൂൾ തല കായികമേളയ്ക്ക് മുന്നോടിയായി വിദ്യാർത്ഥികളുടെ റാലി നടന്നു. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ പ്രീത ബാബു ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. തുടർന്ന് ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ നഗരം ചുറ്റി റാലി സ്കൂളിൽ സമാപിച്ചു. പ്രിൻസിപ്പൽ എം.ഡി. ഷീബ, ഹെഡ്മിസ്ട്രസ് എം. സന്ധ്യ, PTA പ്രസിഡന്റ് ഷൈബി വത്സൻ, വൈസ് പ്രസിഡന്റ് സിറാജ് മജീദ്, അഖിൽ കെ. അരവിന്ദാക്ഷൻ, സുനീഷ് കെ. തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ലോക മൃഗക്ഷേമ ദിനം ആചരിച്ചു. മൃഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും പരിസ്ഥിതി സംരക്ഷണത്തിനും മനുഷ്യക്ഷേമത്തിനും മൃഗങ്ങൾ വഹിക്കുന്ന സുപ്രധാനമായ പങ്കിനെക്കുറിച്ച് മനസ്സിലാക്കുന്നതിനും ദിനാചരണം സഹായിക്കുമെന്ന് സ്കൂൾ പ്രിൻസിപ്പാൾ ഷേബ ജോർജ് പറഞ്ഞു. ദിനാചരണത്തോടനുബന്ധിച്ച് 3ാം ക്ലാസ് വിദ്യാർത്ഥികൾ പ്രസംഗം, ലഘുനാടകവും അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC, പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പൽ രാധാമണി, അധ്യാപകരായ പ്രീതി, വിനി വിൽസൺ, ലതിക M, BTV ചീരൻ എന്നിവരും നേതൃത്വം നൽകി. ചാലിശ്ശേരി പെരുവണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഓണത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടത്തി. ക്ലബിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ധനശേഖരണാർത്ഥമാണ് ഓണസമ്മാന കൂപ്പൺ വിതരണം ചെയ്തത്. നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനം ക്ലബ്ബ് പ്രസിഡന്റ് K. ജയൻ നിർവഹിച്ചു. സമ്മാനാർഹരായവർക്ക് വിവിധ സ്ഥാപനങ്ങൾ സ്പോൺസർ ചെയ്ത സമ്മാനങ്ങൾ നൽകി. ക്ലബ്ബ് സെക്രട്ടറി ഗോപിനാഥൻ, ട്രഷറർ K. മഹേഷ്, ജോയിന്റ് സെക്രട്ടറി K. രതീഷ്, മെമ്പർമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃത്താല വിദ്യാഭ്യാസ ഉപജില്ലാ ശാസ്ത്രോത്സവത്തിന് ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ശാസ്ത്ര, സാമൂഹ്യ, ഗണിതശാസ്ത്ര, പ്രവൃത്തി പരിചയ IT മേളകളിലായി 3000-ലധികം വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ ഉദ്ഘാടനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബിറ ടീച്ചർ നിർവഹിച്ചു. യോഗത്തിൽ ചാലിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റും സ്വാഗത സംഘം ചെയർമാനുമായ വിജീഷ് കുട്ടൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാഹിറ ഖാദർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹുസൈൻ പുളിയഞ്ഞാലിൽ, ആനി ബിനു, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അനു വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ശാസ്ത്ര നാടകവും അരങ്ങേറി. അവരുടെ ജീവിത ക്രമങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിനാണെങ്കിലും ഒക്കെ ഇത്തരം പ്രവർത്തനങ്ങൾ സഹായിക്കുകയാണ്. പ്രത്യേകിച്ച് ശാസ്ത്രമേള പോലുള്ള മത്സരങ്ങളിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവരുടെ ശാസ്ത്രബോധം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി നമ്മൾ അതിന്റെ ഭാഗമായി ഏറ്റെടുക്കുകയാണ്. ശാസ്ത്രം വളരെ പുരോഗതി പ്രാപിച്ച കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് അത് ഓരോരുത്തർക്കും അറിയാം. നമ്മുടെ കുട്ടികൾ ഇപ്പോൾ ടീച്ചർ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു, വയസ്സ് ഒരു നമ്പർ മാത്രമാണ്. നമ്മളെക്കാൾ അറിവുള്ള മക്കളാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത്. ഒരു സ്കൂളിൽ ക്ലാസ് റൂമിൽ അധ്യാപകരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മക്കളാണെങ്കിലും. ഗാന്ധി ജയന്തി വാരാചരണത്തിന്റെ ഭാഗമായി കൂനമുച്ചി ശ്രേയസ് വിദ്യാർത്ഥി കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബാലചിത്രരചനാ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. മത്സരത്തിൽ വിജയികളായവർക്ക് പുസ്തകങ്ങളാണ് സമ്മാനമായി നൽകിയത്. ഗുരുവായൂർ നഗരസഭ മുൻ കൌൺസിലറും ഗാന്ധിയൻ പ്രവർത്തകനുമായ PI ലാസർ മാസ്റ്റർ സമ്മാനദാനം നിർവഹിച്ചു. ശ്രേയസ് കുട്ടി കൂട്ടായ്മ കോർഡിനേറ്റർ PJ സ്റ്റൈജു അധ്യക്ഷനായി. ചിത്രകാരനായ ആൻഡോ പുത്തൂർ, അഭിഷേക് അമ്പിളി, ജോൺ ബെൻസ് എന്നിവർ സംസാരിച്ചു. CPM പഴഞ്ഞി ലോക്കൽ സമ്മേളനത്തിന് മുന്നോടിയായി സംഘാടക സമിതി യോഗം ചേർന്നു. ഏരിയ സെക്രട്ടറി MN സത്യൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം NK ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. ഒക്ടോബർ 12, 13 തീയതികളിലായി ലോക്കൽ സമ്മേളനം നടക്കും. 12-ന് പ്രതിനിധി സമ്മേളനം ബാബു പുലിക്കോട്ടിൽ നഗറിൽ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും. 13-ന് റെഡ് വളണ്ടിയർ മാർച്ചും പ്രകടനവും പൊതുയോഗവും സീതാറാം യെച്ചൂരി നഗറിൽ നടക്കുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായതായും സംഘാടക സമിതി ഭാരവാഹികളായ AA മണികണ്ഠൻ, യദുകൃഷ്ണ, PK കൗസല്യ, KK സുനിൽകുമാർ എന്നിവർ അറിയിച്ചു. CPM പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി തിരുവത്ര ലോക്കൽ സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി സംഘാടക സമിതി രൂപീകരണ യോഗം സംഘടിപ്പിച്ചു. ഒക്ടോബർ 21, 22, 23 തീയതികളിൽ തിരുവത്ര മുട്ടിലാണ് സമ്മേളനം നടക്കുന്നത്. സംഘാടക സമിതി രൂപീകരണ യോഗത്തിൽ CPIM ഏരിയ കമ്മിറ്റി അംഗം MR രാധാകൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KH സലാം, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TM ഹനീഫ, PK രാധാകൃഷ്ണൻ, പ്രസന്ന രണദേവെ, TM ദിലീപ്, KR ആനന്ദൻ, കൌൺസിലർ ശ്രീജി സുഭാഷ് എന്നിവർ സംസാരിച്ചു. ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി ഒക്ടോബർ 21-ന് സർഗസായാഹ്നം, 22-ന് പ്രതിനിധി സമ്മേളനം KT അപ്പുക്കുട്ടൻ നഗറിലും KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. 23-ന് പൊതുസമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രകടനം റെഡ് വളണ്ടിയർമാരുടെ അകമ്പടിയോടെ തിരുവത്രയിൽ നിന്ന് ആരംഭിച്ച് മുട്ടിൽ KT ഭരതൻ നഗറിൽ സമാപിക്കും. സംഘാടക സമിതി രൂപീകരണ യോഗം CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി TT ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. KV അഷ്റഫ് ഹാജി അധ്യക്ഷത വഹിച്ചു.
നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കിടങ്ങൂർ ശ്രീ കാർത്യായനി ദേവി ക്ഷേത്രത്തിൽ വിദ്യാരാജഗോപാല മന്ത്രാർച്ചന നടത്തി. നിരവധി വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ദേവി ഭാഗവത നവാഹയജ്ഞം, 4ാം ദിവസം ശുംഭനിശുംഭവധം, കൗശിക ദേവി അവതാരം തുടങ്ങിയ കഥകൾ പാരായണം ചെയ്തു. യജ്ഞാചാര്യൻ പ്രസാദ് പുളിക്കൽ, സുമംഗല, ഉണ്ണികൃഷ്ണൻ എമ്പ്രാന്തിരി എന്നിവർ നേതൃത്വം നൽകി. പുനേർകുളം പരൂർ കാരുണ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കാരുണ്യം കുടുംബ സംഗമവും ഹോമിയോ മെഡിക്കൽ ക്യാമ്പ്, മോട്ടിവേഷൻ ക്ലാസ്, നിർധന കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും നടത്തി. കാരുണ്യം കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമത്തിൽ ചെയർമാൻ കുഞ്ഞു മുഹമ്മദ് വീട്ടിപ്പറമ്പിൽ അധ്യക്ഷനായി. കാരുണ്യം ജോയിന്റ് സെക്രട്ടറി മനാഫ് വീട്ടിലവളപ്പിൽ, വൈസ് ചെയർമാൻ ഷെരീഫ് പാണ്ടോത്തയിൽ, അബൂബക്കർ പാറയിൽ എന്നിവർ സംസാരിച്ചു. മോട്ടിവേറ്റർ ഋഷിദ ജാസിം ക്ലാസ് എടുത്തു. ഹോമിയോ മെഡിക്കൽ ക്യാമ്പിന് ഡോക്ടർമാരായ ജമാലുദ്ദീൻ, നസീമ എന്നിവർ നേതൃത്വം നൽകി. മരുന്ന് വിതരണത്തിന് കാരുണ്യം ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, റാഫി പരൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് നിർധനരായ 100ഓളം കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും ഉണ്ടായി. ചാലിശ്ശേരി ഫാമിലി മെഡിക്കൽ സെന്ററിന്റെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യ ന്യൂറോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് ഫാമിലി മെഡിക്കൽ സെന്റർ ഡയറക്ടർ വി ബാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ നടന്ന വാർഷികാഘോഷം ന്യൂറോളജിസ്റ്റ് ഡോക്ടർ ജിത്തു ജോസ് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന ക്യാമ്പിൽ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്ത 50ഓളം പേരെ പരിശോധിച്ച് രോഗനിർണയം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി, ഡോക്ടർമാരായ നിമിഷ, റോബർട്ട് തമ്പി, ഇജാസ്, അജ്മൽ, സന്തോഷ്, മധു, അനൂപ് എന്നിവർ പങ്കെടുത്തു. ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പോലീസ് RSS കൂട്ടുകെട്ട് കേരളത്തെ തകർക്കുന്നു എന്ന മുദ്രാവാക്യമുയർത്തി SDPI കടവല്ലൂർ പഞ്ചായത്ത് കമ്മിറ്റി പെരുമ്പിലാവ് സെന്ററിൽ കൊളേഴ്സ് സംഘടിപ്പിച്ചു. പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റാഫി താഴത്തേതിൽ ഉദ്ഘാടനം ചെയ്തു. SDPI പഞ്ചായത്ത് സെക്രട്ടറി CK ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് സെക്രട്ടറി AS അദ്നാൻ, പെരുമ്പിലാവ് ബ്രാഞ്ച് പ്രസിഡന്റ് ഇംതിയാസ് പെരുമ്പിലാവ്, ബ്രാഞ്ച് സെക്രട്ടറി അസ്ലം എന്നിവർ നേതൃത്വം നൽകി. അണ്ണാമലൈ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊമേഴ്സിൽ ചാട്ടുകുളം സ്വദേശി PV അശ്വതി ഡോക്ടറേറ്റ് നേടി. പണ്ടിരിക്കൽ വേണുഗോപാലിന്റെയും വസന്തയുടെയും മകളാണ്. ഇഷാൻ ഗോപകുമാർ മകനാണ്. നിലവിൽ പഴഞ്ഞി MD കോളേജിൽ സെൽഫ് ഫിനാൻസ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറായി പ്രവർത്തിക്കുകയാണ്. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 7050 രൂപ, പവന് 56400 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 98 രൂപ. ചരമം എളവള്ളി മൂപ്പിൽ പരമേശ്വരൻ നായർ നിര്യാതനായി. 81 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വിലാസിനിയമ്മ ഭാര്യയും, ആനന്ദൻ, പരേതനായ മധുസൂദനൻ, മിനി, അജിത് എന്നിവർ മക്കളുമാണ്. തിച്ചൂർ കഴനിയിൽ ബാലൻ നായരുടെയും വെള്ളത്തേരി ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മകൾ സരോജിനി നിര്യാതയായി. 58 വയസ്സായിരുന്നു. സംസ്കാരം ചെറുതുരുത്തി ശാന്തി തീരത്ത് നടന്നു. രാജൻ ഭർത്താവാണ്. സനോജ്, ഐശ്വര്യ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുന്നംകുളം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അജണ്ട ചർച്ച ചെയ്യുന്നതിനിടെ ഭരണപക്ഷ കൌൺസിലർ BJP കൌൺസിലറെ ജാതി അധിക്ഷേപം നടത്തിയതായി ആരോപണം. വിഷയത്തിൽ BJP കൌൺസിലർമാരുടെ പ്രതിഷേധം ശക്തമായതോടെ അജണ്ട ചർച്ച ചെയ്യാനാകാതെ യോഗം പിരിച്ചുവിട്ടു. കുന്നംകുളം നഗരസഭാ കൌൺസിലിലെ നാടകീയ സംഭവ വികാസങ്ങൾ. CPM കൌൺസിലർ തന്നെ ജാതീയമായി അധിക്ഷേപിച്ചുവെന്നാരോപിച്ച് BJP വനിതാ കൌൺസിലർ കുന്നംകുളം അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി. അനാവശ്യ ചർച്ച കൊണ്ടുവന്ന് കൌൺസിൽ യോഗം പ്രതിപക്ഷമാണ് തടസ്സപ്പെടുത്തിയതെന്ന് ഭരണപക്ഷം. വാഗ മൂക്കോല ലിഫ്റ്റ് ഇറിഗേഷൻ. എളവള്ളി ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കേ അതിർത്തിയിലൂടെ ഒഴുകുന്ന വാഗപ്പുഴയ്ക്ക് കുറുകയായി നിർമ്മിച്ചിട്ടുള്ള മൂക്കോല ചിറയ്ക്ക് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വരുന്നു. പ്രാഥമിക പരിശോധന നടത്തി. കുന്നംകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന ഉപജില്ലാ കേരള സ്കൂൾ കായികമേളയുടെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ നിർവഹിച്ചു. പോയിന്റ് നിലയിൽ പന്നിത്തടം കോൺകോർഡ് ഇംഗ്ലീഷ് സ്കൂൾ മുന്നിൽ, കരിക്കാട് അൽ അമീൻ സ്കൂൾ തൊട്ടുപുറകിൽ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
കോട്ടപ്പടി പിള്ളക്കാട് തേർവീട്ടിൽ കുട്ടന്റെ 6ാം ചരമവാർഷികം ആചരിച്ചു. പരേതന്റെ ഓർമ്മയ്ക്കു മുമ്പിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.